പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സങ്കീർത്തനം 125:1 പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. അവർ നമ്മെ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാൾ സമ്മതിക്കയില്ല. നമ്മുടെ ഏക ആശ്രയം ഉയരത്തിലാണ്. നമ്മുടെ ആശ്രയം ലോകത്തിനുള്ളതല്ല, ഭൂമിയിലുള്ളതല്ല, ജഡത്തിലുള്ളതല്ല. നമ്മുടെ ഏക ആശ്രയം സ്വർഗത്തിലെ പിതാവായ ദൈവത്തിലെ ഉള്ളതിലാണ്. അവനിൽ നമ്മൾ ആശ്രയം വെച്ചതിനാൽ, അവൻ ആശ്വാസം തന്നതിനാൽ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാൻ, മഹത്വപ്പെടുത്താം. ലോകത്തിലുള്ളതിൽ ആശ്രയിച്ചാൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും, പ്രയാസത്തിൽ അകപ്പെടും. നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാ പ്രയാസത്തിലും, കഷ്ടപ്പാടുകളും, ദുരിതങ്ങളിലും, ആപത്തുകളും, അനർത്ഥങ്ങളും നമ്മെ മുന്നോട്ട് വഴി നടത്തുന്നത് ആ പിതാവായ ദൈവത്തിൽ ആശ്രയിക്കുന്നത് മുഖാന്തരമാണ്. ആ പിതാവിൽ തന്നെ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് തിരാം. അവൻ നമ്മൾ ആശ്രയിച്ച് നമുക്ക് ആശ്വാസം പകർന്നില്ല, നമുക്ക് സ്തുതിക്കാൻ, മഹത്വപ്പെടുത്താം. കൂരിരുൾ മൂടുന്ന വേളയിൽ കർത്താവിന്റെ പാദത്തിൽ ചേരുമ്പോൾ ആ കൂരിരുളിനെ മാറ്റി, ആ ഇരുട്ടിനെ മാറ്റി പ്രകാശത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് നമ്മെ നടത്തുന്നത് ആ പിതാവിലുള്ള ആശ്രയം മാത്രമാണ്. യിരെമ്യാവ് 17:7 പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കും വെക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ജനം മനുഷ്യൻ ഭാഗ്യമുള്ളത്. ആ ഭാഗ്യ പദവിയെ ഓർത്ത് നമുക്ക് സ്തുതിക്കാൻ, മഹത്വപ്പെടുത്താം. നമുക്ക് ഏവർക്കും ചേർന്ന് ഈ സമയത്ത് ആശ്രയം യേശുവെന്നതിനാൽ ഭാഗ്യവാൻ നമുക്ക് എന്ന പാട്ടുപാടി നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. Ashwa
ഞങ്ങൾ കർത്താവെ അങ്ങേ ആരാധിക്കുവാൻ ദൈവമേ നീ ഞങ്ങളെ വിളിച്ച് അങ്ങയുടെ കൃപകൾക്കായി സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ. കർത്താവെ നിന്റെ കൃപകൾ ഞങ്ങൾക്ക് ഓരോ നിമിഷവും വർണ്ണിക്കുവാൻ കർത്താവെ അങ്ങ് ചെയ്ത എല്ലാ കൃപകൾക്കും നന്മകൾക്കുമായി നന്ദി പറയുന്നു ദൈവമേ. ഹല്ലേലൂയ. ഇന്നത്തെ ആരാധന ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഞങ്ങൾ നൽകുക കർത്താവെ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ആശ്രയം കർത്താവെ അങ്ങയിലാകിയാൽ ഞങ്ങൾ ഒരിക്കലും പതറില്ലെന്ന് കർത്താവെ ഒരുമിച്ച് പാടുവാൻ കർത്താവെ നീ ചെയ്ത എല്ലാ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുക കർത്താവെ. ഹല്ലേലൂയ. കർത്താവ് ദൈവവചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക ആലോചന ഞങ്ങൾക്ക് നൽകണമേ. നല്ല സാക്ഷികളെ തന്നതിനായി സ്തോത്രം കർത്താവെ. ഇംഗ്ലീഷ് ഭാഷയിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് നൽകണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളെല്ലാം കർത്താവെ അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ ദൈവം മതിയായവനെന്ന് വീണ്ടും പാടുവാൻ കർത്താവെ അങ്ങേ സ്തുതിക്കുവാൻ അങ്ങ് ചെയ്ത എല്ലാ ഉപഹാരങ്ങൾക്കും കൃപകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ നീ ഞങ്ങൾക്ക് ചെയ്ത നന്മകൾക്ക് എന്ത് ഞങ്ങൾ പകരം ചെയ്യും കർത്താവെ. ഒരു കുന്നും പകരം ചെയ്യാൻ കർത്താവെ ഞങ്ങൾക്ക് അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങളെ അങ്ങ് വിളിച്ചതിനായി സ്തോത്രം. അങ്ങേ ആരാധിക്കുവാൻ നീ ഞങ്ങളെ വിളിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് വീണ്ടും സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. സകല മഹത്വവും എടുക്കണം യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. പ്രൈസ് ലോർഡ്. ഈ ഒരു വിശുദ്ധ പകൽക്കാലം കൂടെ നമ്മുടെ ജീവിതത്തെ ദൈവം തന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ഒരു അവസരം തന്ന ദൈവദാസന്മാർ ഇവിടെയുള്ള എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നായിരുന്നു കഴിഞ്ഞ ആഴ്ചക്കാലങ്ങളെല്ലാം. ഇന്ന് പകൽക്കാലം ദൈവമക്കളുമായിട്ട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം തുടർന്നുള്ള വേദഭാഗങ്ങളാണ്. 8-4 മുതലുള്ള ദൈവചിന്തയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് പകൽക്കാലം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ വലിയൊരു പുരുഷാരവും ഓരോ പട്ടണത്തിൽ നിന്ന് അവൻ്റെ അടുക്കൽ വന്നവരും ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവൻ ഉപമയായി പറഞ്ഞത്, വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണിട്ട് ചവിട്ടിപ്പോവുകയും ആകാശത്തിലെ പറവജാതി അതിനെ തിന്നുകളയുകയും ചെയ്തു. മറ്റു ചിലത് പാറമേൽ വീണ് മുളച്ച് നനവില്ലായികയാൽ ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനടിയിൽ വീണു, മുള്ളും കൂടെ മുളച്ച് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണ് മുളച്ച് 100 മേനി ഫലം കൊടുത്തു. ഇത് പറഞ്ഞിട്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. ആമേൻ. ഈ ഒരു ദൈവവചനം നമുക്ക് കാണാൻ കഴിഞ്ഞു. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വരികയും അവരോട് ദൈവത്തിൻ്റെ വചനം യേശു കർത്താവ് അവരോട് പറയുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. ഇതൊരു ഉപമയായി നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയിപ്പാൻ കർത്താവ് ഇത് തൻ്റെ ജനങ്ങൾക്ക് ഇത് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഈ ഒരു ഉപമ ചോദിച്ചാൽ
ഇവിടെ നിൽക്കുന്ന സൺഡേ സ്കൂൾ മുതൽ എല്ലാവർക്കും സുപരിചിതമായ ഒരു ഉപമയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 8:4 നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഇത് പലപ്പോഴും ഇതിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും വ്യാഖ്യാനങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് കർത്താവ് ഈ വചനത്തിൽ കൂടെ എൻ്റെ ഹൃദയത്തിൽ സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വളരെയേറെ കുത്തുകൾ ഉണ്ടായ ഒരു വചനം കൂടെയാണിത്. അപ്പോൾ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയ നാളുകളെ ഓർത്തുള്ള വേദന എന്നിൽ നിറയുകയുണ്ടായി. ഞാൻ ഈ ഒരു വചനം ഒന്നാമത് അവർ പറയുന്നു, വിതയ്ക്കുന്ന ദൈവത്തിൻ്റെ വചനം, വിത്ത് ദൈവത്തിൻ്റെ വചനവും മണ്ണ് നമ്മുടെ ഹൃദയവുമാകുന്നു. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം എന്ന വിത്ത്, നമ്മുടെ വിത്ത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനത്തിൽ കൂടെയാണ് നമ്മൾ എല്ലാ സൺഡേ ടു സൺഡേ ദൈവവചനങ്ങൾ നമുക്ക് കേൾക്കാറുണ്ട്. നമ്മൾ അനേക മീഡിയേഴ്സിൽ കൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കാറുണ്ട്. പക്ഷേ ഈ വചനമെന്ന വിത്ത് നമ്മളിൽ വീഴുകയും അത് നമ്മളിൽ നിന്ന് വളരുകയും ചെയ്യണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് വളരെ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 4 തരത്തിൽ ഉള്ള മണ്ണ്, അതായത് മനുഷ്യൻ്റെ ഹൃദയത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് നമ്മളോട് ഇടപെടുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകളും പലപ്പോഴും ദൈവവചനത്തെ വേണ്ട രീതിയിൽ ഏറ്റെടുക്കാൻ കഴിയാതെയും ആ വചനം നമ്മളിൽ ഫലം വരുത്താതെയും ഇരിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മളിലേറെ കടന്നു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നാളുകളിൽ വചനത്തിന് ഒരു കുഴപ്പവുമില്ല. ദൈവത്തിൻ്റെ വചനമെന്ന ആ സീഡ് എല്ലാവരിലേക്കും ഈ നാളുകളിൽ ദൈവം വളരെയേറെ കഴിഞ്ഞ നാളുകളെക്കാട്ടിലും കൂടുതൽ പകരുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യം, ആ വചനമെന്ന ദൈവത്തിൻ്റെ വചനം, മണ്ണ്, നമ്മുടെ ഹൃദയത്തെ ഒരുക്കപ്പെടാത്തൊരു ഹൃദയമാണ് പലപ്പോഴും യേശു കർത്താവ് ഇവിടെ തൻ്റെ ജനത്തോട് വീണ്ടും സംസാരിക്കുന്നത്. കാരണം യേശു കടന്നു വന്നിടത്തെല്ലാം ജനങ്ങൾ ഒരുമിച്ച് കൂടി. അവർക്ക് മനസ്സിലായി യേശുവിനെ കൊണ്ട് സൗഖ്യം നൽകാൻ കഴിയും. അവൻ്റെ വായിലെ വചനത്തിന് ജീവൻ ഉണ്ടെന്നും ആ വചനം ജീവിപ്പിക്കുന്നതാണെന്നും മരിച്ചവരെ ഉയർത്തുന്നതാണെന്നും ജനത്തിന് മനസ്സിലായി. പക്ഷേ കർത്താവിന് ഒരു കാര്യം ജനങ്ങളെ നോക്കി വേദനിക്കുന്നതായിട്ടാണ് യേശു കർത്താവ് ഈ വേദഭാഗം തുറന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഈ ജനം എൻ്റെ വചനം കേൾക്കുന്നു, പക്ഷേ അവരിൽ ഒരു ഫലവും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇതൊരു നമ്മൾ ഒരു മാനുഷികമായ ഒരു ക്രിറ്റിസിസമല്ല, ദൈവത്തിൻ്റെ ഒരു ഹൃദയത്തിൻ്റെ വേദനയായിട്ടാണ് ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. ഒന്നാമത്തെ സീഡ് വീണത് ഒരു വഴിയരികിൽ വീണ സീഡിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. ആ വിത്ത് ഈ അധ്യായത്തിൽ വിതയ്ക്കുന്നവൻ എപ്പോഴും വിതച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ആ ഒരു ഒന്നാമത്തെ സീഡ് വീണത് വഴിയരികിൽ വീഴുന്നു. ആ വഴിയരികെ വീണ സീഡ് അവിടെ വഴിയിൽ കൂടെ അനേകർ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ആ കടന്നു പോകുന്ന അനേകരുണ്ടായതുകൊണ്ട് നമുക്കിങ്ങനെ പറയാൻ കഴിയും, വഴിയരികെ വീണ വിത്ത് ഒത്തിരി ട്രാഫിക് ഉണ്ടായതുകൊണ്ട് പലതും ചവിട്ടിക്കളയാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം വിതച്ച വിത്ത്, ആ വിത്തിൻ്റെ പ്രശ്നമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല, വിതച്ചവൻ്റെ പ്രശ്നവും അല്ല. പക്ഷേ ആ സോയിൽ അല്പം കട്ടിയുള്ളതായിരുന്നു. അത് അവിടെ ഒന്നും വളരാത്ത, ആ വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പേ അവിടുത്തെ കിളികൾ, അല്ലെങ്കിൽ അവിടെ അനേക കിളികൾ വന്ന് ആ വിത്തിനെ തിന്നുകളയുന്ന ഒരനുഭവം. ഇന്ന് നമ്മൾ ദൈവവചനം കേൾക്കാൻ വേണ്ടി നമ്മൾ ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കിങ്ങനെ ഒരു കാര്യം എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ദൈവവചനം കടന്നു വരുമ്പോൾ സാത്താൻ നേരെ പദ്ധതിയിടും. ഇന്ന് ഇവനിൽ ചില വിത്തുകൾ വിതയ്ക്കുന്നുണ്ട്, ഈ വിത്തിനെ എങ്ങനെയെങ്കിലും ഇവനിൽ നിന്ന് തിന്നുകളയണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ദൈവവചനം കേൾക്കാൻ വേണ്ടി നമ്മൾ കടന്നു പോകുന്നു, ദൈവവചനം പഠിക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനെ ദുഷ്ടൻ അനാവശ്യമായി കഠിനപ്പെടുത്തി ഈ വചനമെന്ന വിത്തിനെ അത് തിന്നുകളയുന്ന ഒരു കിളികൾ തിന്നുകളയുന്നത് പോലെ, ബാക്കിയുള്ളതിനെ ചവിട്ടിക്കളയുന്നത് പോലെ. കാരണം അതിനെ ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു അനുഭവമുള്ളൊരു ഹൃദയമായി മാറുന്നു. കർത്താവ് പറഞ്ഞു, ജനങ്ങളോട് കർത്താവിൻ്റെ ജീവനുള്ള വചനം സംസാരിക്കുമ്പോൾ പലപ്പോഴും ആ ശിഷ്യഗണത്തിന് പലപ്പോഴും വേണ്ട രീതിയിൽ ഈ വചനത്തെ പൂർണ്ണമായി ഏറ്റെടുക്കാനോ അത് സമർപ്പിച്ച് അതിൻ്റെ ഫലം കായ്ക്കാനോ കഴിയാത്തൊരനുഭവം യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ കാണുകയുണ്ടായി. രണ്ടാമത്തെ വിത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വിത്ത് പാറമേൽ വീണ, അതൊരു ഷാലോ ആയിട്ടുള്ളൊരു മണ്ണിലേക്കാണ് വീണത്. കാരണം പാറമേൽ വീണു എന്ന് പറയുമ്പോൾ വളരെ
താഴ്ചയില്ലാത്ത ഒരു മണ്ണിലേക്ക് വീണ ആ വിത്തിനെ കുറിച്ച് അവിടെ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 4:6 നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നു. പാറമേൽ വീണ വിത്ത്, അത് പെട്ടെന്നാണ് മുളച്ചത്, അതിന് പെട്ടെന്നാണ് സന്തോഷമുള്ളത്. നല്ലൊരു ദൈവവചനം കേട്ടപ്പോൾ ആ ഹൃദയത്തിലുണ്ടായ സന്തോഷം, ആ ജോയ് നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും എൻ്റെ പേഴ്സണൽ ലൈഫിലും ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും നല്ല കോൺഫറൻസിൽ കടന്നു പോകുമ്പോൾ, നല്ല കൺവെൻഷൻ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ വചനവുമായിട്ട് അടുത്തിരിക്കുമ്പോൾ, ഉപവാസപ്രാർത്ഥന കഴിയുമ്പോൾ ഇതുപോലൊരു അനുഭവമാണ്. നല്ല രീതിയിലുള്ള നമ്മൾ ഇമോഷനായിട്ട് നമ്മൾ ഒത്തിരി സാറ്റിസ്ഫൈഡായി, പക്ഷേ ആ ജോയ് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. ആ പ്രസംഗ വേദി കഴിഞ്ഞ് അടുത്ത വീക്കിലേക്ക് കടന്നു പോകുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ നനയ്ക്കാൻ കഴിയാതെ, അതിന് നല്ല നനവില്ലാത്തത് കൊണ്ട് അത് പെട്ടെന്ന് വാടിപ്പോകുന്നതായി കാണുന്നു. എങ്ങനെയാണ് ദൈവവചനത്തെ നമ്മൾ ഏറ്റെടുത്ത ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഏറ്റെടുത്തതിന് ശേഷം അതിനെ വേണ്ട രീതിയിലുള്ള ഫലത്തിലേക്ക് നയിക്കാൻ കഴിയുന്നത്? അതിനെ നനയ്ക്കുന്ന ഒരു അനുഭവമുണ്ട്. അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനെ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു വിത്ത് വിതച്ചിട്ട് അടുത്ത സീസണിൽ വന്ന് നോക്കിയല്ല, അതിനെ വന്ന് എപ്പോഴും വീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഓരോ വളർച്ചയും അവൻ സൂക്ഷിച്ചു നോക്കും, അതിനെ നനയ്ക്കും, അതിനുള്ള സോയിലിനെ പ്രിപ്പയർ ചെയ്യും. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള പല പ്രോസസ്സിൽ കൂടെയാണ് ഒരു കർഷകൻ്റെ ജീവിതത്തിൽ പോകുന്നത്. യേശു ശിഷ്യന്മാരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഇത് നമ്മളെ കാണിക്കുന്നത് പാറമേൽ വീണ വിത്ത്. പലപ്പോഴും നമ്മൾ കേട്ട വചനം കേട്ടു, പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങൾ 5 പോയിന്റിൽ 5 മിനിറ്റ് അയച്ചു, ഇന്നത്തെ പ്രസംഗം നല്ലതായിരുന്നു. പക്ഷേ ആ വീട്ടിലേക്ക് ആ വചനവുമായി പോയപ്പോൾ എവിടെയോ നമ്മൾ അതിനെ വീണ്ടും ധ്യാനിക്കാൻ മറന്നുപോയി. നമ്മുടെ പ്രാർത്ഥന ലൈഫിൽ അത് എടുക്കാൻ നമ്മൾ മറന്നുപോയി. അത് നമ്മൾ തന്നെ മറന്നുപോയി. ഇങ്ങനൊരു വചനം നമ്മൾ കേട്ടിട്ടുണ്ടോ? നമുക്ക് ദൈവം തന്ന കൂട്ടായ്മകളെ ഞാൻ അറിയാതെ ഉപേക്ഷയായി വിചാരിച്ചു പോയി. അപ്പോഴെല്ലാം ഈ വചനം നമ്മളിൽ ആ ഫലം കായ്ക്കേണ്ട ദൈവത്തിൻ്റെ വചനം അത് ഫലം കായ്ക്കാതെ നഷ്ടത്തിലേക്ക് അത് കടന്നു പോവുകയാണ്. യേശു കർത്താവിൻ്റെ അടുക്കൽ ഈ ജനം കൂടി വന്നപ്പോൾ എല്ലാം യേശുവിന് മനസ്സിലായി, ഇവർ ഭയങ്കര സന്തോഷമുള്ള ജനമാണ്, ഇവർക്ക് എൻ്റെ വചനം കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്, അവർ ദൈവത്തിൻ്റെ സന്നിധി ഭയങ്കര ജോയ്ഫുള്ളാണ്. പക്ഷേ അവിടുന്ന് അവർ തിരിച്ചു പോകുമ്പോൾ ഈ വചനത്തിൻ്റെ ഫലം അവരിലേക്ക് കായ്ക്കാൻ കഴിയാതെ ഉള്ള അനുഭവത്തിലേക്ക് അവർ കടന്നു പോവുകയാണ്. മൂന്നാമതായി നമ്മൾക്കൊരു സീഡിനെ കുറിച്ച് ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ, മുള്ളുകളുടെ നടുവിൽ വീണ ഒരു വിത്തിനെ കുറിച്ച്. ആ മുള്ളിൻ്റെ നടുവിൽ വീണ വിത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് മുള്ളുകളുടെ ഇടയിൽ വീണതാണെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ആ സോയിലിനോ ആ മണ്ണിന് ഒരു പ്രശ്നവുമില്ല, അവിടെ വീണ സീഡിന് ഒരു പ്രശ്നവുമില്ല. അവിടെ മണ്ണ് നല്ല ഹൃദയമാണ് ആ മനുഷ്യൻ്റെ. ആ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം വീണപ്പോൾ ആ ഹൃദയത്തിൽ അനേക ഫലം കായ്ക്കേണ്ട ഹൃദയമാണ്. പക്ഷേ ആ ഫലം കായ്ക്കേണ്ടതിൻ്റെ സമയത്ത് തന്നെ മനുഷ്യൻ്റെ ഹൃദയത്തിലെ അവൻ്റെ ചിന്തകൾ ആ ദൈവികമായ ചിന്തയെ ഓവർടേക്ക് ചെയ്യുന്നതായിരുന്നു. കാരണം ലോകത്തിൻ്റെ മോഹങ്ങളും അതിൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ ജീവിതത്തെ കവർന്നെടുത്ത് ആ ദൈവവചനത്തെ എടുത്ത് വെളിയിലേക്ക് മാറ്റി. നമ്മൾ അതിനെ ഞെരുക്കിക്കളയുന്ന, നമ്മുടെ ദൈവം തന്ന ദൈവിക നന്മയെ ഞെരുക്കിക്കളയുന്ന ഒരവസ്ഥയെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇവിടെ ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത് അവൻ്റെ പ്രത്യേകത പദ്ധതിക്കാണ്. ഓരോ ഗിഫ്റ്റുമായിട്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത്. ഇവിടുത്തെ യൗവനക്കാരായ നമ്മളോ, ഇവിടെ എല്ലാവർക്കും നമ്മൾ ദൈവവചനം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ പലർക്കും പല രീതിയിലുള്ള കൃപാവരങ്ങളാൽ ദൈവം ഓരോരുത്തരെയും നിറച്ചിട്ടുണ്ട്. പക്ഷേ ആ ഗിഫ്റ്റിനെ സാത്താൻ പലപ്പോഴും നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മുടെ ആ ഗിഫ്റ്റിനെ നമ്മളിൽ ഞെരുക്കിക്കളയുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് ഈ വചനത്തിൽ കൂടെ കാണാൻ കഴിയുന്നു. ധനത്തോടുള്ള മോഹം, ഹല്ലേലൂയ, നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലുള്ള അനാവശ്യമായുള്ള കമ്പാരിസൺ, നമ്മളെക്കുറിച്ച് ദൈവം വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതികളിൽ പലപ്പോഴും നിൽക്കാൻ കഴിയാതെ, മറ്റുള്ളവർ പോയ വഴിയല്ല, ദൈവം നിന്നെക്കുറിച്ചൊരു പുതിയതായൊരു വഴി എഴുതിയിട്ടുണ്ടെന്ന് ഒരു പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കാൻ കഴിയാതെ, ഹല്ലേലൂയ, ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ പർട്ടിക്കുലർ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുവാൻ ഇടവരും. ഈ മുള്ളുകളുടെ ഇടയിൽ വളരുന്നതിൻ്റെ മറ്റൊരു കാര്യം, നമ്മൾ പലപ്പോഴും ദൈവവചനം വളരെ സന്തോഷത്തോടെ ഇവർ ഏറ്റെടുത്തു. ഈ സന്തോഷത്തോടെ ഏറ്റെടുത്തു. പക്ഷേ ലോകത്തിലേക്ക് കടന്നു പോയപ്പോൾ ആ മോഹങ്ങളാലും അതിൻ്റെ പ്രവൃത്തികളാലും ഇത് പലപ്പോഴും ഞെരുങ്ങിയ അനുഭവത്തിലേക്ക് ഈ മുള്ളിൽ വീണത് നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് ഫലം കായ്ക്കാതെ കടന്നു പോവുകയാണ്. ഇവിടെ ഞാൻ ഈ 3 കാര്യങ്ങൾ ഇവിടെ നമ്മൾ
ചിന്തിച്ചു. ഒന്ന്, ഹല്ലേലൂയ, ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കിയത് അത് വഴിയരികിൽ വീണ വിത്ത്. രണ്ടാമത്തത് പാറമേൽ വീണ വിത്ത്. അത് വളരെ ശാലോ നിലത്ത് വീണതുകൊണ്ട് അതിന് വളരെ ഫലം കായ്ക്കാൻ കഴിഞ്ഞില്ല. മൂന്നാമത് മുള്ളുകളുടെ ഇടയിൽ വീണ വിത്തിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ 3 വിത്തുകൾക്കും കർത്താവ് പറഞ്ഞു, ഈ 3 തരമുള്ള ഹൃദയത്തിനും ദൈവത്തിൻ്റെ ഒരു പ്രസാദം ലഭിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു, പക്ഷേ ആ പ്രാപിച്ച ആ ഫലത്തെ പൂർണ്ണമായി ഒന്ന് പ്രയോജനപ്പെടുത്താൻ ഈ സുവിശേഷത്തിൽ കാണുന്നില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഹല്ലേലൂയ, എത്രയോ നാളുകൾ നമ്മൾ എത്രയോ ദൈവത്തിൻ്റെ വചനങ്ങൾ, എത്രയോ കർത്താവ് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്ത ആ വിത്തിനെ നമ്മൾ എത്രയോ വട്ടം, ഹല്ലേലൂയ, നമ്മൾ ഈ 3 വിത്തുകളുടെ ഇടയിൽ വീണ് നമ്മൾ ഞെരുങ്ങിപ്പോയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. ചിലതിനെ സങ്കീർത്തനം 1:3 വായിച്ച് സഹായിക്കണം. ആമേൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. കർത്താവിൻ്റെ വചനം നമ്മളെ വീണ്ടും പഠിപ്പിക്കുന്നത്, അവൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും നട്ടിരിക്കുന്നത് ഒരു ആറ്റരികത്ത. അതിൻ്റെ പ്രത്യേകത അതിൻ്റെ പിന്നിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം ആക്കി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം വളരേണ്ടിടത്ത് നമ്മൾ അതിനെ ഫലവത്തായി നമ്മൾ അതിനെ വളർത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ ഈ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും. ദൈവം നമ്മളിൽ, നമ്മുടെ സഭയിൽ കൂടെയും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ദൈവം വെച്ചിരിക്കുന്ന ഹാർവസ്റ്റിനെ പലപ്പോഴും നമ്മളുടെ, ഹല്ലേലൂയ, നമ്മൾ വേണ്ട രീതിയിൽ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാതെയും അത് ഹൃദയത്തിൽ ഏറ്റെടുക്കാത്തത് കൊണ്ട് നമ്മുടെ ഹാർവസ്റ്റ് സീസൺ പലപ്പോഴും നീണ്ടുപോകാറുണ്ടെന്ന്, ഹല്ലേലൂയ, നമുക്ക് പലപ്പോഴും ഈ വചനത്തിൽ കൂടെ ദൈവം നമ്മളെ വീണ്ടും നമ്മളോട് പറയുക. ഹല്ലേലൂയ. ലോകത്തിൻ്റെ മോഹങ്ങളിൽ നമ്മൾ ഇടപെട്ട് പോകാതെ, ഹല്ലേലൂയ, മുള്ള് ആ പാറമേൽ വീണത് വളരെ ട്രാഫിക്കുള്ള ഒരു നിലവാ. പല ഇൻ്റർനെറ്റിലുള്ള പല കാര്യങ്ങളാലും, പല വ്യാകുലതകളാലും, ജീവിതത്തിൻ്റെ ഭാരത്താലും ദൈവം നമ്മളെക്കുറിച്ച് പദ്ധതി വെച്ചിരിക്കുന്ന പദ്ധതികളെ സാത്താൻ അതിനെ വിഴുങ്ങിക്കളയാൻ ഒത്തിരി സാധ്യതകളുണ്ട്. ഈ സമൂഹത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവവചനം, ഹല്ലേലൂയ, നമുക്ക് അനേക വചനം കിട്ടുന്നതുകൊണ്ട് ചിലതൊന്നും ഏറ്റെടുക്കാൻ കഴിയാതെ നമ്മുടെ ജീവിതത്തിൽ അകപ്പെടുന്ന ആ ട്രാഫിക്, നമ്മുടെ, ഹല്ലേലൂയ, നമുക്ക് നമ്മുടെ യൗവനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ പിയർ ഗ്രൂപ്പ് പ്രഷേഴ്സ് പലപ്പോഴും സാത്താൻ അതിനെ എടുത്തു കളയാറുണ്ട്. ഹല്ലേലൂയ. മുള്ളുകളുടെ ഇടയിലേക്ക് വീണ് ദൈവം നിന്നെക്കുറിച്ച് വെച്ചിരിക്കുന്ന ആ യുണീക്ക് പർപ്പസ്, ദൈവം നിന്നെക്കുറിച്ച് വെച്ചിരിക്കുന്ന ആ ദൈവത്തിൻ്റെ പദ്ധതികളെ ചിലപ്പോൾ പ്രഷറിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അത് ഞെരുങ്ങിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ, ഹല്ലേലൂയ, നമ്മുടെ പ്രയോറിറ്റീസ്, നമ്മൾ ജീവിതത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രയോറിറ്റീസ് പലപ്പോഴും ദൈവം എന്നെ വാൺ ചെയ്യാറുണ്ട്. നിൻ്റെ പ്രയോറിറ്റീസ് സംടൈംസ് ഇതിനെ ഞെരുക്കിക്കളയാനുള്ള സാധ്യതകളുണ്ട്. ഹല്ലേലൂയ. ഗലാത്യൻസ് 5:22-23 ഒന്ന് വായിച്ചു. ആമേൻ. ജീവൻ്റെ ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുയേശുവിനുള്ളവർക്ക് ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ജഡത്തെയും അതിൻ്റെ രാഗമോഹത്തോടും ക്രൂശിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് ഗലേഷ്യൻസ് ചാപ്റ്റർ 5:22 നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആ ഫലം നമ്മളിലേക്ക് വെളിപ്പെടും. ആത്മാവിൻ്റെ ഫലം നമ്മളിലേക്ക് വളർന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, അതിനൊരു നല്ല ഹൃദയത്തെ നമ്മൾക്ക് സെറ്റ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവസഭയിലേക്ക് കടന്നു വരുന്നതോ, നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ, നമുക്ക് ഇവിടെ പല കാര്യങ്ങളിലും ഇടപെടാം സൺഡേ മോർണിംഗ്. പക്ഷേ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു പ്രത്യാശയുണ്ട്. കർത്താവെ, ഇന്ന് നീ ആ നല്ല സീഡിടാൻ പോകുന്നത്, ദൈവം പദ്ധതിയിട്ടിരിക്കുന്ന ആ വലിയ ആ സീഡ് അത് നിങ്ങളിലേക്ക് വളരുവാൻ, അത്, ഹല്ലേലൂയ, അതൊരു വൃക്ഷമായി തീരുവാൻ, അതൊരു വൃക്ഷമായി അനേകർക്ക് അനുഗ്രഹമുള്ള ഒരു വൃക്ഷമായി തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കും. 4ാമത് ഒരു സീഡിനെ കുറിച്ച് ദൈവവചനം പറഞ്ഞു, അത് നല്ല നിലത്ത് വീണ വിത്താണ്. അത് നല്ല നിലത്ത് അത് 100 മേനി ഫലം നൽകുന്ന, അല്ലെ, നമ്മുടെ ജീവിതത്തിൽ ഈ 3 അവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കാതെ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയത്തില്ല 4ാമത്തെ ആ സീഡിൻ്റെ പ്രത്യേകത. അത് നല്ല നിലത്ത് വീഴുവാൻ, അത് നല്ല ഫലം കായ്ക്കുവാൻ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ഇതുപോലെയല്ല, കർത്താവേ, എനിക്ക് നല്ല ഫലം കായ്ക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളായിരിക്കുന്നിടത്ത് ഞങ്ങൾക്ക് നല്ല ഫലം കായ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഹല്ലേലൂയ. മറ്റുള്ള ലോകത്തിൻ്റെ മോഹങ്ങളിൽ ഞങ്ങൾ
പെട്ടുപോയി ഞങ്ങളുടെ ജീവിതം ഹല്ലേലൂയ നഷ്ടപ്പെടുന്നവരായി തീരുവാനല്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ഓരോ ദിവസവും പ്രാപിച്ച് അതിൽ ജീവിച്ചെടുക്കുവാൻ, ദൈവം ചെയ്ത അവകാശങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ ദൈവസഭയെ ദൈവം വീണ്ടും പ്രബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ ഉപമകൾ എല്ലാം യേശു ഈ ജനങ്ങളോട് പറഞ്ഞ ശേഷം അവരോട് പറഞ്ഞു, ആ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് ദൈവം അവിടെ ദൈവരാജ്യം എന്താണെന്ന് അവരെ പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെ പലപ്പോഴും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, പാസ്റ്റർ ഡിസൈഡഡ് വൺ ഡേ, നമുക്ക് എല്ലാവർക്കും കൂടെ തീരുമാനിച്ചു നമുക്കൊരു കൃഷിത്തോട്ടം ഇവിടെ ഉണ്ടാക്കണം. ആ കൃഷിത്തോട്ടം നമ്മളിപ്പോൾ ഗേൾസ് സൈഡ് ഒരു കൂട്ടം ചിന്തിച്ചു, ബോയ്സിൻ്റെ സൈഡ് ഒരു കൂട്ടം ചിന്തിച്ചു. ഗേൾസ് സൈഡ് പറഞ്ഞ് നമുക്ക് പാവയ്ക്ക ഇടാം, കാരണം ഒത്തിരി വൈറ്റമിൻസ് കിട്ടും. മറ്റ് ബോയ്സ് സൈഡ് പറഞ്ഞ് നമുക്ക് കോവയ്ക്ക ചെയ്യണം. പക്ഷേ നമ്മൾ ഒരു യോജിപ്പില്ലാതെ ഈ കാര്യത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. അത് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് നമ്മുടെ ഗാർഡനിലേക്ക് നോക്കിയപ്പോൾ ഒരിക്കലും ഒരു പാവയ്ക്കയും കാണത്തില്ല, അവിടെ ഒരു ഇതും കാണില്ല. പക്ഷേ അവിടെ ഈ ലോകത്തുള്ള എല്ലാ ജീവികൾക്ക് തിന്നാനുള്ള, പശുവിന് തിന്നാനുള്ള, ആടിന് തിന്നാനുള്ള എല്ലാ ആഹാരങ്ങളും ഈ കോമ്പൗണ്ടിലെല്ലാം ഉണ്ട്. പക്ഷേ മനുഷ്യന് വേണ്ട ഒന്നും അവിടെ കാണാൻ കഴിയത്തില്ല. ഇതുപോലെയാണ് ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ വീഴുക മാത്രമല്ല, അത് നമ്മളിലേക്ക് അത് പ്രയോജനപ്രദമായി മാറുവാൻ there is some effort God want to put in our heart. ദൈവം നമ്മളിൽ ഒരു എഫേർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മൾ ആ ഹൃദയത്തെ ഒരുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം നമ്മൾ വായിച്ചപ്പോൾ ഒരു പാപിയായൊരു സ്ത്രീയെക്കുറിച്ച് നമുക്കവിടെ കാണാൻ കഴിയും. അവൾ ഹൃദയം ഞുറുങ്ങിയവളായി ആ തകർന്ന ഒരു ഹൃദയത്തോട് യേശുവിൻ്റെ അരികിലേക്ക് വന്ന് അവൻ്റെ കാൽക്കൽ വിലയുള്ള ഹല്ലേലൂയ ആ എണ്ണ ഒഴിക്കുന്നതായി, ആ സുഗന്ധ തൈലം അവൻ്റെ മുന്നിൽ ഒഴിക്കുക. കർത്താവിനോട് പറയുക, കർത്താവേ എനിക്കുള്ളതെല്ലാം ഞാൻ തരിക. ഈ നല്ലൊരു ഹൃദയം ആ സ്ത്രീയുടെ ആ നല്ല ഹൃദയത്തെ ദൈവത്തിൻ്റെ വചനം കാണിക്കുക. എന്നിട്ട് അവൾ അവിടുന്ന് കടന്നു പോയപ്പോൾ ഹല്ലേലൂയ മറ്റുള്ളവർ എല്ലാം അവളെ നോക്കി കുറ്റം പറഞ്ഞപ്പോൾ ആ സ്ത്രീ അവിടുന്ന് കടന്നു പോയത് ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സന്തോഷത്തോടെയാണ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേട്ട് അതിൽ നിന്ന് നമുക്ക് പ്രാപിച്ച് നമുക്ക് കടന്നു പോകുന്നവരായി തീരട്ടെ. നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ കാഠിന്യതകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഹല്ലേലൂയ ചിലതിൻ്റെ മേൽ ജയമെടുക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളിന് മേൽ ദൈവത്തിൻ്റെ കൃപ പകരുവാൻ ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് ഈ ഒരു വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഈ നല്ല വചനം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളിൽ ഒത്തിരി വളരുവാൻ ഞങ്ങൾക്കുണ്ടെന്ന് അറിയാം. കർത്താവേ, അനേക ഫലം കായ്ക്കുവാൻ ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഞങ്ങളിൽ ആ ഫലം കായ്ക്കുവാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ നല്ല ജീവൻ്റെ ആ വിത്ത് ഞങ്ങളിലേക്ക് ഇട്ടതാ കർത്താവേ, അതിൻ്റെ ഫലങ്ങളെ കർത്താവെ 100 മേനിയായിട്ടൊന്ന് കാണാൻ ദൈവമേ ഞങ്ങളിൽ ഓരോരുത്തരും നീ സഹായിക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവ്, നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി എന്ന കണ്ണ് ഞങ്ങളിൽ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിൻ്റെ കണ്ണുകളെ തുറന്ന് ഞങ്ങളെ ഒന്ന് പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ കാണേണ്ടതല്ല കർത്താവെ, നീ കാണുന്നത് ഞങ്ങളിൽ ഒന്ന് കാണിക്കണമേ. നിൻ്റെ പദ്ധതികൾ ഞങ്ങളെ ഒന്ന് കാണിക്കണമേ. നിൻ്റെ ആലോചനയിൽ ജീവിപ്പാനൊരു കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എളിയദാസൻ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വീണ്ടും വിനയമായി താഴുന്നു കർത്താവെ. ഒന്നും ബോസ്റ്റ് ചെയ്യാനില്ല, ആ താഴ്ന്നൊരു ഹൃദയം ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ ആ നിഷ്കളങ്കമായൊരു ഹൃദയം തരണമേ. ആ നിഷ്കളങ്കമായൊരു ഹൃദയം എനിക്ക് തരണമേ. ആ ദാവീദ് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, ആ പരിശുദ്ധാത്മാവിൻ്റെ ആ സെൻസിറ്റിവിറ്റി എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ആ സെൽഫ് സെൻറ്റർനെസ് എന്നിൽ നിന്ന് മാറ്റണമേ. ആ നിന്നിലേക്ക് ഞാൻ സെൻറ്റേഡ് ആവാൻ എന്നെ സഹായിക്കണമേ. ഞങ്ങൾ വളരുവാൻ ദൈവമേ, ആ ഫലം ഞങ്ങളിൽ കായ്ക്കുവാൻ അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ സെൽഫ് സെൻറ്റർനെസ്സും ഞങ്ങളിൽ നിന്ന് മാറ്റി ആത്മാവിൻ്റെ ആ കൃപ ഞങ്ങളിലേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിക്കണം. ആ താഴ്മയോടെ ദൈവവചനം ഏറ്റെടുക്കുവാൻ, ആ താഴ്മയോട് വിനയത്തോടെ ദൈവവചനത്തോട് കടന്നു വരുവാനപ്പാ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പിതാവേ. അങ്ങ് മഹത്വം എടുക്കണം. യേശുവിൻ ധന്യമുള്ള നാമം തന്നെ. ആമേൻ.